ഹായ് ഓൾ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് യൂണിറ്റ് 1 ഹ്യൂസ് ആൻഡ് വ്യൂസിലെ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന പാഠമാണ്. ദ മിസ്റ്റീരിയസ് പിക്ചർ ബൈ ചാൾസ് ഡി കോസ്റ്റർ. നമ്മൾ ഈ വീഡിയോയിൽ ടെക്സ്റ്റ് വായിച്ച് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോയിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. Till, in the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. ടിൽ എന്നോട് പറയുന്നത് ഒരു പെയിൻറ്ററാണ്. അദ്ദേഹം തൻ്റെ കഴുതപ്പുറത്ത് ബാറ്റൻബർഗിലുള്ള ആർച്ച് ഡ്യൂക്കിനെ കാണാനായിട്ട് പോവുകയാണ്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ. അദ്ദേഹത്തിൻ്റെ വസ്ത്രവും ആ രൂപവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധയൊന്ന് പിടിച്ചു പറ്റുന്ന തരത്തിലാണ്. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് smartly on his head and the 3 bright feathers on it danced in the breeze as he rode. അദ്ദേഹം ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. ആ തൊപ്പിക്കൊരു പ്രത്യേകതയുണ്ട്, അതിനകത്ത് 3 നല്ല തിളക്കമുള്ള തൂവലുകളുണ്ട്. ഈ കഴുതപ്പുറത്ത് ഇങ്ങനെ പോകുന്നതനുസരിച്ച് കാറ്റടിക്കുമല്ലോ, അന്നേരം ആ തൂവലുകളിങ്ങനെ ചെറുതായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നു. At the main entrance to the palace, the captain of the guards called out to him, "Hey there, you fellow on the donkey." അങ്ങനെ ഇദ്ദേഹം പാലസിൻ്റെ കൊട്ടാരത്തിൻ്റെ എൻട്രൻസിലെത്തി. അപ്പോഴേക്കും നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗോഡ്സ്, ആ കാവൽക്കാരുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തെ കണ്ടു, വിളിച്ചു. യു ഫെല്ലോ ഓൺ ദ ഡോങ്കി, ആ കഴുതപ്പുറത്തിരിക്കുന്ന ആളെ വിളിച്ചു. ആരാ? നമ്മുടെ ടില്ലാണ്. വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. ഇവിടെ ഇങ്ങനെ നടക്കുന്ന യാചകരെ ഒന്നും അനുവദിക്കുകയില്ല. കൊട്ടാരത്തിലേക്ക് അങ്ങനെ എല്ലാവർക്കും ഒന്നും കയറി ചെല്ലാൻ കഴിയുകയില്ലല്ലോ, അങ്ങനെ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലട്ടൻ. നിങ്ങളെ കണ്ടാൽ തന്നെ, നിങ്ങളെയും നിങ്ങളുടെ ആ ഡോങ്കിയും കണ്ടാൽ തന്നെ ഒരു എല്ലും തോലുമായ രൂപം, ഇങ്ങനെയുള്ളവരെ ഒന്നും ഇവിടേക്ക് അനുവദിക്കുന്നതല്ല. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗോഡ്സ് വാസ് എ ടോൾ, വെൽ ബിൽറ്റ്, റെഡ് ഹെയർഡ് മാൻ ഓഫ് എബൌട്ട് 25. ഇനി നമുക്ക് ക്യാപ്റ്റനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗോഡ്സ് വാസ് എ ടോൾ, വെൽ ബിൽറ്റ്, നല്ല നീളമുള്ള, ക്യാപ്റ്റൻ ഓഫ് ദ ഗോഡിൻ്റെ പ്രത്യേകത പറയുകയാണ്. നല്ല നീളവും നല്ല ആരോഗ്യവും തലമുടിയൊക്കെ അങ്ങ് ചുമന്ന കളറുള്ള തലമുടിയൊക്കെയുള്ള 25 വയസ്സുള്ള ഒരു ഹാൻസം ആയിട്ടുള്ള ആളാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഹി വാസ് ഹാൻസംലി ഡ്രസ്ഡ് ഇൻ ദ ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. അദ്ദേഹത്തിൻ്റെ യൂണിഫോം, അദ്ദേഹം ധരിച്ചിരിക്കുന്ന യൂണിഫോം എന്ന് പറയുന്നത് തന്നെ നല്ല സ്വർണ്ണ കളറുള്ള നൂവലൊക്കെയുള്ള നല്ല വിലപിടിപ്പുള്ള വസ്ത്രമാണ്. Till looked at him coolly and dismounted from his donkey. ഇതൊക്കെ കണ്ടിട്ട് ടില്ല് നല്ല കൂളായിട്ട് ഇറങ്ങി ഡോങ്കിയുടെ പുറത്തുനിന്ന് ഇറങ്ങി വന്നു. ഹി ബോഡ് ലോ ആൻഡ് സെഡ്, മേ ഗോഡ് ബ്ലസ് യു സർ ക്യാപ്റ്റൻ. അങ്ങനെ ഇറങ്ങി തല കുനിച്ച് നിന്നിട്ട് ടില്ല് പറഞ്ഞു, മേ ഗോഡ് ബ്ലസ് യു, താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ സർ ക്യാപ്റ്റൻ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൻ ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ഞാനൊരു എല്ലും തോലുമായിട്ടിരിക്കുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഐ ആം വെരി ഹംഗ്രി, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. ഞാനിവിടെ വരാൻ നിർബന്ധിതനായതാണ്. എന്തിന്? ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗീവ് മീ എ പീസ് ഓഫ് ദ ഗോൾഡ് കോട്ട് ദാറ്റ് യു വിയർ ഓൺ യുവർ കോട്ട്, ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ് by the teeth on that large leg of mutton that I see hanging on that butcher shop. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ഒരു ഇറച്ചി വിൽപ്പന നടത്തുന്ന ഒരാളെ കണ്ടു. അന്നേരം ഈ ക്യാപ്റ്റൻ്റെ യൂണിഫോമിൽ നിന്നുള്ള ആ സ്വർണ്ണ നൂലിൽ നിന്ന് ഒരു നൂല് കൊടുത്താൽ മതി, നൂല് ആചാരയുടെ അത് കൊടുത്താൽ മതി. തന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആ ബച്ചർ ഷോപ്പിൽ പോയി മട്ടൺ മേടിച്ച് കഴിക്കാം. The captain was playing a game of chess with another officer. He looked curiously at Till. അപ്പോൾ ഈ ക്യാപ്റ്റൻ എന്ത് ചെയ്തുകൊണ്ടിരുന്ന ചെസ്സ് കളിച്ചുകൊണ്ടിരുന്നതാണ് മറ്റൊരു ഓഫീസറിൻ്റെ കൂടെ. ഇത് കേട്ടതും ടില്ലിനെ ഒന്ന് നോക്കി നമ്മുടെ ക്യാപ്റ്റൻ. എന്നുവെച്ചാൽ ഭയങ്കര വർത്താനമൊക്കെ കേട്ട് ടില്ലിൻ്റെ വർത്താനത്തെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി. ഓ, വേർ ഡു യു കം ഫ്രം ഹി ആസ്ക്ഡ്. എന്നിട്ട് ക്യാപ്റ്റൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ഫ്ലാൻഡേഴ്സ്, റിപ്ലൈ ടിൽ. ടില്ല് പറഞ്ഞു, ഞാൻ വരുന്നത് ഫ്ലാൻഡേഴ്സിൽ നിന്നാണ്. വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്. ഐ എം എ പെയിൻറ്റർ. ഞാനൊരു പെയിൻറ്ററാണ്, പടം വരയ്ക്കുന്ന ആളാണ്. ഐ ഷുഡ് ലൈക്ക് ടു ഷോ
ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്. അപ്പം ഇദ്ദേഹത്തിന് ടില്ലിന് എന്താ വേണ്ടത്? നമ്മുടെ ആർച്ച് ഡ്യൂക്കിന് തൻ്റെ ഒരു പെയിൻറ്റിങ് കാണിക്കണം. ഇവിടെ ഹൈനസ് എന്ന് പറയുന്നത് നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പറയുന്ന, നല്ല ആദരപൂർവ്വം പറയുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തെ തൻ്റെ ഒരു പെയിൻറ്റിങ് കാണിക്കണം, അതിനായിട്ടാണ് വന്നത്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട രീതിയുണ്ട്. അദ്ദേഹം പറയുകയാണ്, വെൽ ഇഫ് യു ആർ എ പെയിൻറ്റർ, ഈ ടില്ലെന്ന് പറയുന്നത് ഒരു പെയിൻറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അത് ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള പെയിൻറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് വരാം. The captain knew that Flemish painters and all their pictures were in great demand all over Europe. എന്താ കാര്യം? നമ്മുടെ ക്യാപ്റ്റൻ അറിയാം ഫ്ലെമിഷിലെ പെയിൻറ്റേഴ്സിനും അവരുടെ പിക്ചേഴ്സിനും ഈ യൂറോപ്പിലെ ഒട്ടാകെ നല്ല ഡിമാൻഡ് ഉള്ളതാണ്. ടിൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. അങ്ങനെ ടില്ലിനെ നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് എത്തിച്ചു. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times ആൻഡ് സ്റ്റൂഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബോർഡ്. ടിൽ എന്നതിന് ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്തെത്തി. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് 3 തവണ സല്യൂട്ട് അടിച്ചിട്ട് തല കുനിച്ച് നിന്നു. ആര്? നമ്മുടെ ടില്ല. മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നത് എൻ്റെ പെയിൻറ്റിങ്സ് താങ്കൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ്. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ ഇൻ ഹർ റോയൽ റോബ്സ്. അദ്ദേഹം ടില് പറയുകയാണ്, ഞാൻ നമ്മുടെ ലേഡി വെർജിൻ്റെ ഒരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, അത് താങ്കളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. ആ വരച്ച പിക്ചർ താങ്കളുടെ കാൽക്കൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ടിൽ പോസ്ഡ് എ ഫ്യൂ മൊമെൻറ്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. കുറച്ച് നേരം അദ്ദേഹം മിണ്ടാതെ നിന്നു. ആര്? നമ്മുടെ ടില്ല. അതിനുശേഷം അദ്ദേഹം തുടർന്നു. ദെൻ ഹി കണ്ടിന്യൂഡ്, യു മസ്റ്റ് forgive me, താങ്കൾ എന്നോട് ക്ഷമിക്കണം. യുവർ ഹൈനസ്, ഇഫ് ഐ ഹാവ് ഡെയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് എൻ്റെ പിക്ചർ ഇഷ്ടപ്പെടുമെന്നാണ്. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദാറ്റ് ചെയർ ഓഫ് യുവർ കോർട്ട് പെയിൻറ്റർ ഹൂ ഡൈഡ് റീസെൻ്റ്ലി. അപ്പോൾ ടില്ലിനറിയാം നമ്മുടെ അവിടുത്തെ കോർട്ട് പെയിൻറ്റർ ഈ ഇടയ്ക്ക് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ചെയർ ഒഴിഞ്ഞു കിടക്കുകയാണ്, ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്, അതെനിക്ക് കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന രീതിയിലാണ് നമ്മുടെ ടില്ല് പറയുന്നത്. ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. എനിക്ക് കാണാം ആ ചെയർ ഒഴിഞ്ഞു കിടക്കുന്നത്, ആ വെൽവെറ്റ് ചെയർ ഒഴിഞ്ഞു കിടക്കുന്നത് എനിക്ക് കാണാം. എന്ന് വെച്ചാൽ ടില്ലിനെ അവിടെ നിയമിക്കണമെന്ന് ആണ് ടില്ല് ആഗ്രഹിക്കുന്നത്. The Virgin's picture was a splendid painting and the Archduke made up his mind at once. അപ്പോൾ ആർച്ച് ഡ്യൂക്കിന് ആ പെയിൻറ്റിങ് കണ്ട് ഇഷ്ടപ്പെട്ടു. ആ വെർജിൻസ് പിക്ചർ വാസ് എ സ്പ്ലെൻഡിഡ് പെയിൻറ്റിങ്. നല്ല മനോഹരമായ പിക്ചറാണ് നമ്മുടെ ടിൽ വരച്ചിരിക്കുന്നത്. അത് നമ്മുടെ ആർച്ച് ഡ്യൂക്കിന് ഇഷ്ടപ്പെട്ടു. ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. നമ്മുടെ ടില്ലിൻ്റെ 2 കവിളിലും ഉമ്മ വെച്ചു. He said, I shall be delighted to make you my court painter. അങ്ങനെ അദ്ദേഹത്തിനെ കോട്ട് പെയിൻറ്ററായിട്ട് നിയമിക്കാൻ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് തീരുമാനിച്ചു. ഹി ഡയറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. ആ കസേരയിലേക്ക്, ആ ഒഴിഞ്ഞിടുന്ന ചെയറിലേക്ക് നമ്മുടെ ടില്ലിനെ അനയിച്ചു. വെൽ മൈ ഡിയർ ഫെലോ, ഹി സെഡ്, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് and you certainly seem to know how to use it. You are a very talkative fellow, aren't you? അപ്പം നമ്മുടെ ഡ്യൂക്കിന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം. അദ്ദേഹത്തിൻ്റെ സംസാരിക്കാനുള്ള കഴിവിനെ പ്രശംസിക്കുകയാണ്. Your Highness, may it please you to remember me and my donkey Jeff for just one more minute, Till replied. അപ്പം ടില്ല് നമ്മുടെ ജെഫ് എന്ന് പറയുന്നത് അവിടെ ഡോങ്കിയാണ് പറയുന്നത്. ടില്ലിൻ്റെ ഡോങ്കി കഴുതപ്പുറത്താ വന്നേ നമ്മൾ പറഞ്ഞില്ലേ. യുവർ ഹൈനസ് മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ. അപ്പം അതിൻ്റെ കാര്യവും കൂടെ ഒന്ന് പരിഗണിക്കണം. മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി വെൽ ഓൾ അലോങ് ദ വേ ഓൺ ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ് ആൻഡ് ദ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡ്. അപ്പോൾ ഇവർ പട്ടിണിയാണ്. അന്നേരം ഈ ഡോങ്കി എന്താണ് കഴിച്ചത്? വരുന്ന വഴിക്കുള്ള കുറച്ച് പുല്ലും വേലിയിലൊക്കെ നിൽക്കുന്ന ചെടികളുടെ ഇലയൊക്കെ കഴിച്ചിട്ടാണ്
വന്നിരിക്കുന്നത്. അല്ലാതെ വലിയ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇവർക്ക് 2 പേർക്കും വിശപ്പുണ്ട്. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. അതിന് ഇലയെങ്കിലും കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടില്ലിനോ അതും ഇല്ല, പട്ടിണിയായിരുന്നു. മൈ സ്റ്റോമക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിശക്കുന്നു. പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. I have been feeding myself with dreams of good food and drink at your royal table. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തന്നെ, സ്വപ്നം തന്നെ എന്തായിരുന്നു? ഗുഡ് ഫുഡ്, ഇവിടുത്തെ നല്ല ആഹാരവും പനിയും ഒക്കെ ആണ് ഇദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുന്നത്. ദ ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്. ഇത് കേട്ട് ആർച്ച് ഡ്യൂക്ക് ചിരിച്ചു. Well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey? ആർച്ച്ഡ്യൂക്കിന് ഇദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടില്ലിൻ്റെ സംസാരമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ സ്വപ്നം കണ്ടതിനേക്കാൾ നല്ല ആഹാരം ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഡോങ്കി എവിടെ എന്ന് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് തിരക്കുകയാണ്. ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ദ പാലസ്. വെളിയിലാണ് അതിനെ നിർത്തിയിരിക്കുന്നത്. ഈ പാലസിൻ്റെ എതിർവശത്തായിട്ട് നിൽപ്പുണ്ട്. ഐ ഷോൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ. അപ്പം ഈ ജെഫിനെ കൂടെ പരിഗണിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. ഹീ നീഡ്സ് എ ലിറ്റിൽ ഫോർഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ് സെറ്റിൽ. കുറച്ച് ആഹാരം അതിനും കൂടെ കൊടുക്കുക. ദ ആർച്ച് ഡ്യൂക്ക് ഇമ്മീഡിയറ്റ്ലി ഓർഡേർഡ് ദ ഡോങ്കി ടു ബി ടേക്കൺ കെയർ ഓഫ് ആൻഡ് ഹി ആഡഡ് ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ഇട്ടു. എന്താണ്? ഡോങ്കി ടു ബി ടേക്കൺ കെയർ ആൻഡ് ഹി ആഡഡ് ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. ഈ ആർച്ച് ഡ്യൂക്കിൻ്റെ ആനിമൽസിനെ പരിഗണിക്കുന്നത് പോലെ തന്നെ ഈ ടില്ലിൻ്റെ ഡോങ്കിയെയും പരിഗണിക്കണം എന്ന് ആർച്ച് ഡ്യൂക്ക് ഓർഡർ ഇടുകയാണ്. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. അദ്ദേഹം സപ്പർ കഴിക്കുകയാണ്. അദ്ദേഹം അത് കണ്ടു കഴിഞ്ഞ ഒരു വലിയ രാജകീയ വിരുന്ന് പോലാണ് അദ്ദേഹത്തിന് തോന്നിയത് ടില്ലിന്. The tables were loaded with every kind of food and drink. എല്ലാ തരത്തിലുള്ള ആഹാരവും പാനീയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ എന്ന് വെച്ചാൽ നമുക്കിവിടെ വെള്ളം ലഭിക്കുന്ന കണക്ക് തന്നെ അവിടെ വൈനും കിട്ടും. ഒന്നിനും ഒരു കുറവുമില്ല. The courtiers stuffed themselves with the choicest dishes. അപ്പം ഇവർക്ക് മാത്രമല്ല, അവിടെയുള്ള കോർട്ടിയേഴ്സും എല്ലാവരും ആഹാരം കഴിച്ച് നല്ല ആവശ്യത്തിന് ആഹാരം കഴിക്കുകയാണ്. ദ ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് ടിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അണ്ടിൽ ഹിസ് സ്റ്റൊമക് വാസ് അബൌട്ട് ടു ബേസ്റ്റ്. ദ ആർച്ച് ഡ്യൂക്കും ടില്ലും എല്ലാം നമ്മൾ വയറ് പൊട്ടത്തക്ക വിധം നമ്മൾ ആഹാരം കഴിച്ച് നിർത്തില്ല, അതേപോലെ നിറച്ച് രണ്ടുപേരും അല്ല അവിടെയുള്ള കോർട്ടിയേഴ്സ് എല്ലാവരും കഴിച്ചു. ദ ആർച്ച് ഡ്യൂക്ക് ടു ഏറ്റ് ഹേർട്ട്ലി. ആർച്ച് ഡ്യൂക്കും കഴിച്ചു. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. ഹീ സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. ഈ പാനീയം ഇതെല്ലാം കുടിച്ച് അവർ ഓരോ ഓർമ്മയിലേക്കും ഒക്കെ പോവുകയാണ്. ഹീ സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി, അവർ കോട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ് സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലീവിങ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് പറയുകയാണ്, നല്ല ഉറച്ച് പറയുകയാണ്, അവർ കോട്ട് പെയിൻറ്റർ ഇവിടെ ടില്ലാണ്. ടില്ല് എന്ത് ചെയ്യണം? മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്. അദ്ദേഹത്തിൻ്റെ പടം വരയ്ക്കണം. സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലീവിങ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്. നമ്മുടെ പിൻഗാമികൾക്കും ഇനി വരുന്ന തലമുറയിലുള്ള ആൾക്കാർക്കും കാണത്തക്കവണ്ണം നല്ല രീതിയിലുള്ള പടം ആര് വരയ്ക്കണം? നമ്മുടെ ടില്ല് വരയ്ക്കണം. വി ടു ഹാവ് ടു take our place in history along with our noble ancestors whose portraits adorn these walls. ഇവിടെയുള്ള ബാക്കി അവരുടെ ആൻസസ്റ്റർ ഇതിനു മുമ്പുള്ള മുൻഗാമികളുടെയൊക്കെ പടം വരച്ചിരിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെയൊക്കെ പടം വരയ്ക്കണം. എന്നിട്ട് അവരുടെ പിൻഗാമികൾക്ക് ഇതൊക്കെ കാണത്തക്കൊണ്ണം നല്ല രീതിയിലുള്ള പടം ടില്ല് വരയ്ക്കണം. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ വിഷമമുള്ള കാര്യമാണ്. വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മൺ അസ്, ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. നമുക്കറിയില്ല ദൈവം എപ്പോഴാണ് നമ്മളെ വിളിക്കുക, അതിനെപ്പറ്റിയിട്ടൊന്നും നമുക്കറിയില്ല. എന്തു തന്നെ ആയാലും നമ്മുടെ പെയിൻറ്റിങ്സ് നല്ലതായിരിക്കണം. ഈ ടില്ല് വരയ്ക്കുന്നത് അത്ര നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്സ് ആയിരിക്കണം. ടിൽ ക്വിക്ക്ലി റിപ്ലൈഡ്, യുവർ ലോർഡ്ഷിപ്പ്
സ്ലൈറ്റസ്റ്റ് വിഷ് ഈസ് ടു മീ കമാൻഡ്. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാം, ടില്ല് പറയുകയാണ്. പക്ഷേ ഓൾ ദ സെയിം ഐ ഡു ഫീൽ റാദർ അൺഹാപ്പി അബൌട്ട് പെയിൻറ്റിങ് യുവർ ലോഡ്ഷിപ്പ് ഓൾ ബൈ യുവർ സെൽഫ്. താങ്കളുടെ മാത്രം പടം വരയ്ക്കുന്നതിൽ എനിക്കൊരു ഇച്ചിരി സന്തോഷക്കുറവുണ്ട്. ഈസ് ഇറ്റ് നോട്ട് ടെറിബിൾ ടു തിങ്ക് ഓഫ് യുവർ ലോഡ്ഷിപ്പ് ബീയിങ് ലോൺലി ഫോർ എവർ ആൻഡ് എവർ. താങ്കളുടെ മാത്രം വരച്ചാൽ മതിയോ? ഡോണ്ട് യു തിങ്ക് ladies and gentlemen that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn his court. ഈ കോർട്ടിലുള്ള ബാക്കി ജനറൽസിൻ്റെയും ക്യാപ്റ്റൻസിൻ്റെയും ബാക്കി എല്ലാവരുടെയും ലേഡീസിൻ്റെ എല്ലാവരുടെയും പിക്ചർ വേണ്ടേ? അതോ താങ്കളുടെ മാത്രം മതിയോ? അത് എനിക്ക് കുറച്ചൊരു സന്തോഷപൂർവ്വം താങ്കളുടെ മാത്രം മതി എന്ന് പറയുമ്പോഴേക്കും എ കോർട്ട് ലൈക്ക് ദിസ് ഹാസ് ഫ്യൂ റൈവൽസ് ഇൻ സ്പ്ലെൻഡർ, ലവ്ലിനെസ് ആൻഡ് ഷിവൽറി. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. അല്ല, അദ്ദേഹം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ടില്ല് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ആ കൂട്ടിലുള്ള എല്ലാവരുടെയൊക്കെ പടം വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് നമ്മുടെ രാജാവ് നല്ല തിളക്കമായിട്ട് നല്ല രീതിയിൽ വരച്ച് ബ്രൈറ്റാക്കി അങ്ങനെ നിൽക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന് നമ്മുടെ ടില്ല് പറയുകയാണ്. ദ ആർച്ച് ഡ്യൂക്ക് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. ടില്ല് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആർച്ച് ഡ്യൂക്കിന് തോന്നി അത് ശരിയാണ്, അവരുടെയൊക്കെ നിലവിൽ നല്ല പ്രഭാവത്തോടെ നല്ല പ്രൗഢിയോടെ നിൽക്കുന്ന രാജാവിൻ്റെ പടം അതായിരിക്കില്ലേ കുറച്ചുകൂടെ നല്ലതെന്ന് നമ്മുടെ ആർച്ച് ഡ്യൂക്കിന് തോന്നി. വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിൻറ്റിംഗ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? എനിക്കറിയാം നിങ്ങളുടെ പിക്ചർ നല്ലതായിരിക്കും. അങ്ങനെ ഉള്ള ഇത്രയും നല്ല ഗംഭീരമായ പടം വരയ്ക്കുന്നതിന് എന്ത് പ്രതിഫലമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? 100 pieces of gold. You can pay me now or at later just as you please. അന്നേരം ടില്ല് പറയുകയാണ് 100 pieces of gold. 100 സ്വർണ്ണനാണയമായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. 100 pieces of gold. അല്ലെങ്കിൽ അത് ഇപ്പം തന്നെ വേണമെന്നില്ല, ഇപ്പോഴോ അല്ലെങ്കിൽ താങ്കൾക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പം തന്നാലും മതി. അപ്പം അതിനുശേഷം പറയുകയാണ് ഹിയർ ആർ ദ 100 pieces of gold in advance, said the archduke, giving him the gold. അഡ്വാൻസ് ആയിട്ട് തന്നെ 100 pieces of gold നമ്മുടെ ടില്ലിന് കൊടുക്കുകയാണ് ആര്? ആർച്ച് ഡ്യൂക്ക്. അത്രയ്ക്ക് നല്ല മനോഹരമായ പിക്ചർ വരയ്ക്കണം എന്ന് ടില്ലിനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത്രയും കൊണ്ട് ഇവിടെ നിർത്താം. ബാക്കി ഇത് പാർട്ട് 1, അതിൻ്റെ അടുത്ത പാർട്ട് 2 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.